ഹലോ ഗിസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എരപ്പഞ്ചാൽ വാട്ടർഫോൾസിൻ്റെ അവിടെ പോകുന്നില്ല. അതിൻ്റെ അടുത്തുള്ള പത്തനംതിട്ട ജില്ല എന്ന് പറയുന്ന കൂടൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഉള്ള ലൊക്കേഷൻ. അതാണ് നമ്മൾ വന്നിപ്പോൾ അങ്ങോട്ട് പോവാണ്. അടിപൊളി സ്ഥലം തന്നെയാണ്. ഇതിന് എന്തൊക്കെ പറയാൻ അടിപൊളി സ്ഥലമാണ്. ഇപ്പോൾ ഞാനത് മുഖം പക്ഷേ വെയിലടിച്ചുകൊണ്ട് ഒന്നും കാണത്തില്ല അവസ്ഥ. ഇപ്പം ഈ ഇടുങ്ങിയ വഴിക്കൂടെ തന്നെയാണ് പോകുന്നത്. ഇടുങ്ങി എന്ന് പറയാം കുറച്ച് ഇടുങ്ങി എന്നൊന്നും പറയാൻ അടിപൊളി വഴിയാണ്. നിങ്ങളത് കണ്ടു തന്നെ റോഡിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. കൊണ്ട് അങ്ങോട്ട് നമ്മൾ പോവാണ്. ഞാൻ എവിടെ പോവാന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ പേര് കാണിക്കാൻ പോവാണ്. ഇതെൻ്റെ ഫോണിൽ എടുത്തിയാൽ വേറെ ഫോണിൽ എടുത്തിയാണ്. നമ്മൾ അങ്ങോട്ട് പോവാണ്. അതുകൊണ്ട് ആ വെള്ള കളർ സാധനം കണ്ട അവിടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ക്യാമറ ഇട്ട് നോക്കും പക്ഷെ ഒക്കത്തില്ല. കാരണം അത് ഇത് കാണത്തില്ല, ക്ലിയർ കാണത്തില്ല. അത് ഞാൻ പിന്നെ അടുത്ത് തന്നെ പോവാന്ന് വിചാരിച്ചു. അടുത്തോട്ട് പോവാണ്. ക്യാമറ ഇട്ട് 10x നോക്കി ഒത്തില്ല. അതുകൊണ്ട് നേരെ അങ്ങോട്ട് ഓടിയൊന്നുമില്ല. ഓടിപ്പോയാൽ വീഡിയോയുടെ ഇത് പറയും. അത് ഞാൻ ഓടിയൊന്നും പോയില്ല, അല്ലാതെ പോയി. പിന്നെ നമ്മളിങ്ങനെ അടുത്തടുത്തോട്ട് പോയി. അതുകൊണ്ട് നമ്മുടെ ബോർഡിൻ്റെ അടുത്ത് പോയി. അങ്ങനെയും കയറാം, പക്ഷെ ഇങ്ങനെയും നിൽക്കണം. മണ്ട അടിച്ച് വീണാൽ പിന്നെ നമ്മൾ ആരുമില്ല. അതുകൊണ്ടാണ് ആരുമില്ലെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും ജോലിക്ക് പോയി, ആരുമില്ല. ഞാൻ അടുത്ത് പോയി. ഇതാണ് രാജഗിരി എസ്റ്റേറ്റ്. ഇതാണ് സാധനം. ഈ ബോർഡ് കുറേ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയാണ് കളിക്കാൻ പോകുന്നത്. വെള്ള കളർ വീടാണ്. അതിൻ്റെ അപ്പുറത്തൊരു സീൻ ഗ്രൗണ്ട് ഉണ്ട്. ഞാൻ അടുത്ത വീഡിയോയിൽ അതൊക്കെ കാണിച്ചു തരാം. പിന്നെ എരപ്പഞ്ചാൽ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. കുറേ ഇനി കാണാനേ ഉള്ളൂ നിങ്ങൾക്ക്. പിന്നെ മേളി സ്ഥലമുണ്ട്, കൈത കൃഷിയുണ്ട്, പിന്നെ കപ്പയുടെ കുറേ സാധനങ്ങളുണ്ട്. ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇല്ലാത്ത അനിമൽസ് ഇല്ല. കാത്ത് ഉണ്ട്, പുലി വരെ ഉണ്ട്. ഏതിന് പുലി വരെ ഉണ്ട്. എന്ന് വെച്ചാൽ പുള്ളിപ്പുലിയല്ല, കടുവ വരെ ഉണ്ട്. സിംഹം ഇല്ല, സിംഹം ഇവിടെ ഇല്ല. സിംഹം ഞാൻ കാണത്തില്ല. പിന്നെ ആന ഇല്ല കൂടെ പോയിട്ടുണ്ട്. എനിക്ക് അറിയത്തില്ല ആന ഉണ്ടോന്ന്. പിന്നെ കുരങ്ങനുണ്ട്, കുറേ ഉണ്ട്. പിന്നെന്തുവാ, ഞാൻ പിന്നെ ഈ ബാക്ക് ക്യാമറ വെച്ച് ഇങ്ങനെ കാണിക്കുന്നത്. ഫ്രണ്ട് ക്യാമറയും കൊണ്ട് കാണിച്ചാൽ മതിയായിരുന്നു. ഞാൻ പിന്നെ റെക്കോർഡ് ഇട്ടിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോഴേ എനിക്ക് ഇച്ചിരി ഇത് കിട്ടത്തുള്ളൂ. ബൈ ബൈ, ഗുഡ് ബൈ. അടുത്തൊരു വീഡിയോയിലേക്ക് വരെ കാണാം.